ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതാരാ ഈ കാവടി തുള്ളി പോകുന്നതെന്ന്. വേറെ ആരുമല്ല, നമ്മുടെ രേവൂട്ടിയാണ് കേട്ടോ. അവളുടെ ബെൽറ്റ് എക്സാമാണ് ഇന്ന്. അവളിപ്പോൾ കരാട്ടയ്ക്ക് ചേർന്നിട്ട് 4 മാസം ആവുന്നുണ്ട്. 4ാമത്തെ മാസമാണിത്. അപ്പോൾ ആദ്യത്തെ ബെൽറ്റ് എക്സാമാണ്. അപ്പോൾ ഓടിച്ചാടി പോകുന്നത് കണ്ടാലേ അറിയാം, നല്ല ത്രില്ലിലാണ് കക്ഷി കേട്ടോ. അപ്പോൾ ഞായറാഴ്ച രാവിലെ 8:30ക്കാണ് ക്ലാസ്സിലെത്താൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ വിളിച്ചു. നല്ല തണുപ്പാണ് കേട്ടോ, ഈ കാണുന്ന പോലെയൊന്നുമല്ല. അവിടെ വെയിലൊക്കെ നിങ്ങൾക്ക് ഇച്ചിരി കാണാൻ പറ്റുന്നുണ്ടെങ്കിലും നല്ല തണുപ്പാണ്. അപ്പം ഞങ്ങൾ ഷാർപ്പൊരു 8:30 അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാസ്റ്റർ അവർക്ക് വാമപ്പ് ആക്ടിവിറ്റീസൊക്കെ കൊടുത്തു. ഇതിൽ മോളുടെയാണ് കേട്ടോ ആദ്യത്തെ ബെൽറ്റ് എക്സാം. മറ്റു കുട്ടികളുടെ 4ാമത്തെയും 5ാമത്തെ എക്സാമൊക്കെയാണ്. ഈ വാമപ്പ് ആക്ടിവിറ്റീസ് തന്നെ കുറേ നേരം വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും അവൾ ടയേർഡാവും എന്നാണ് കരുതിയത്. ടയേർഡായെങ്കിൽ കൂടെ അവൾ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ ഭയങ്കര സെൻസിറ്റീവാണ്. പെട്ടെന്ന് സങ്കടം വരും. എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് ഒരുപാട് ടെൻഷൻ അടിച്ച്, അതായത് അങ്ങനെ ഒരു പ്രകൃതമാണ് ആൾ. ബോൾഡേ അല്ല, വളരെ കുഞ്ഞു കാര്യത്തിന് പെട്ടെന്ന് സങ്കടം വരുന്നൊരു ടൈപ്പാണ്. അപ്പോൾ എനിക്ക് അത് എപ്പോഴും എൻ്റെ ഉള്ളിലൊരു ടെൻഷനാണ്. കാരണം ഞാനും പണ്ട് അങ്ങനെയായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കരുതും അവളങ്ങനെ ആയാലും ശരിയാവില്ല. പക്ഷേ ഞങ്ങളുടെ ഈ നാട് ചുറ്റിൽ അവളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് അവളിപ്പോൾ കുറച്ചുകൂടെ സോഷ്യലാണ്, ആളുകളോട് സംസാരിക്കാനും അതിനൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു സന്തോഷമാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു പ്രശ്നം അവൾക്കുണ്ട്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും അതേക്കുറിച്ച് ഓർത്തൊരുപാട് വിഷമിക്കും. ശരിക്കും പറഞ്ഞാൽ അവളുടെ പ്രായത്തേക്കാൾ പക്വതയുണ്ട് അവളുടെ ചിന്തകൾക്ക്. അതെനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാനും അവളും മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ അവൾ അത് കൈകാര്യം ചെയ്യുന്ന രീതി, എന്നെ മനസ്സിലാക്കുന്ന രീതി എന്നൊക്കെ പറയുന്നത് ശരിക്കും വളരെ ഏറെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവളുടെ പക്വതയുള്ള ആ മനസ്സിന് അത്രത്തോളം ധൈര്യം വേണമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ തീരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഈ കരാട്ടേനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മാർഷൽ ആർട്സൊക്കെ കാണുമ്പോൾ, കളരിയൊക്കെ കാണുമ്പോൾ അതിൽ പഠിക്കണം, അതിൽ ചേരണം എന്നൊക്കെ വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഇവിടെ എന്തായാലും കളരിയൊന്നും നമ്മൾ നിൽക്കുന്ന അടുത്തായിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. അപ്പം ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ ഒരുപാട് ഈ ഒരു മാർഷൽ ആർട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ശരിക്കും. അതുപോലെ ഇങ്ങനത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്ന വഴി ആ ഒരു മാറ്റം ശരിക്കും അവർക്ക് ഫിസിക്കലി കാണാനുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ക്ഷീണം കൊണ്ട് അവർക്ക് നല്ല ഉറക്കവും അതുപോലെ തന്നെ ആ ഒരു വേറെ ഒന്നും ചിന്തിക്കാനുള്ളൊരു അവസരമൊന്നും വരുന്നില്ല. ഇത് കേൾക്കുന്ന പലർക്കും ചിലപ്പോൾ തോന്നിയേക്കാം ഒരു കുഞ്ഞിങ്ങനെയൊക്കെ ആവുമോ, അതായത് ഇങ്ങനെയൊക്കെ ചിന്തകൾ ഉണ്ടാവുമോ എന്നൊക്കെ. ശരിക്കും ഞാനത് എൻ്റെ അനുഭവത്തിൽ പറയുകയാണ്. പല പാരൻസിനും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവൾക്ക് 1.5 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ് ഞങ്ങളുടെ ഈ കൂട് വിട്ട് കൂട് മാറ്റം. അതുകൊണ്ട് തന്നെ അമ്മ എന്താണ്, അച്ഛൻ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഞങ്ങളുടേതായിട്ടുള്ളൊരു ചെറിയ സർക്കിളിൽ ആണ് ഞങ്ങൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 വർഷത്തിലധികമായി ഞാനും മോളും മാത്രമാണ് ക്വാർട്ടേഴ്സിൽ. അതുകൊണ്ട് തന്നെ അവൾക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ കൈകാര്യം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവൾ സസൂക്ഷ്മം നിരീക്ഷിക്കാറുണ്ട്. അത് എങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ എങ്ങനെ അമ്മയെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഒക്കെ അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മോൾക്ക് ആ ഒരു ധൈര്യവും ഉണ്ടാവണം എന്ന് ഞാൻ വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ നമ്മളങ്ങ് പറത്തി വിടുക. എന്നിട്ട് അവർക്ക് വേണ്ട സപ്പോർട്ടൊക്കെ നമ്മൾ ആ ഒരു പിൻബലം എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. അവളുടെ ഇഷ്ടം മനസ്സിലാക്കി ഇപ്പം ഞാൻ അവളെ ഫ്രീ ആയി വിട്ടേക്കുകയാണ്. ശരിക്കും അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് എനിക്ക് കാണാനുണ്ട്. കാരണം പണ്ടത്തെ എൻ്റെ മോളെ വെച്ചിട്ട് അവൾക്ക് ഇപ്പോൾ മനസ്സിന് ഒരുപാട് ധൈര്യം വന്നിട്ടുണ്ട്. എത്രയൊക്കെ നമ്മുടെ ലോകം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇന്ന് കാണുന്ന ലോകം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കേൾക്കുന്ന വാർത്തകളെല്ലാം. അവളുടെ മാറ്റത്തിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. നമ്മളെക്കാൾ അവരെ മനസ്സിലാക്കാൻ വേറെ ആരാണല്ലേ ഉള്ളത്. കഴുത്തിലോ കയ്യിലോ ഒരു കുരുക്കിട്ടിട്ട് അവരെ പറത്തി വിടാതെ നമ്മുടെ മനസ്സിലെ സ്നേഹവും വാത്സല്യവും കൊണ്ട് അവരുടെ മനസ്സിലൊരു കുരുക്കിട്ടിട്ട് നമ്മളവരെ പറത്തി വിടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അവരുടെ ഈ വലിയ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.